നമസ്കാരം. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് അനീഷ് എനിക്ക് മെസ്സേജ് അയച്ചെടാ, എനിക്കൊരു സംഭവം പറയാനുണ്ട്, നീ കഥയായിട്ട് പറയാമോ? അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞെടാ, അറിയാത്ത എത്രയോ പേര് എന്നെ വിളിച്ചിട്ട് അവരുടെ അനുഭവങ്ങൾ പറയുന്നു, ഞാൻ കഥയായിട്ട് പറയുന്നു, അപ്പം നീ പറയുമ്പോൾ ഞാൻ പറയില്ലേ, നീ ഉറപ്പായിട്ടും പറയാൻ പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് കഥയായിട്ടൊന്നും പറയാൻ അറിയത്തില്ല, സംഭവം പറയാം, നീ അതൊരു കഥയായിട്ടങ്ങ് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ കഥയുടെ സാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇന്നത്തെ ഒരു ജനറേഷൻ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, അല്പമൊക്കെ പഠിത്തം വന്നു കഴിയുമ്പോൾ ഈ വലിയ ജോലിയൊന്നും ഇല്ലാത്തവർക്ക് അല്ലെങ്കിൽ ഒരു ചെറിയ സ്ഥാപനത്തിലൊക്കെ ജോലി ചെയ്യുന്നതിനെ പറ്റി ഒരു ഭയങ്കര പുച്ഛഭാവമാണ്, ഇയാൾക്ക് എന്തറിയാം അല്ലെ അവർക്ക് എന്തറിയാം എന്നൊരു ചിന്ത. പക്ഷെ അത് ചിലപ്പോൾ ജീവിതത്തിലെ വലിയൊരു തെറ്റായ ഡിസിഷനിൽ അല്ലെങ്കിൽ തെറ്റായ ഒരു തീരുമാനത്തിൽ ചിലപ്പോൾ എത്തിക്കും. അപ്പോൾ അതിനൊരു ഉദാഹരണമാണ് ഞാനീ പറയുന്നത്. ഇവന് യാത്ര ചെയ്യുന്ന ഇവൻ എറണാകുളത്താണ് വർക്ക് ചെയ്യുന്നത്. ഇവനിങ്ങനെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു ബസ്സിലൊരു പയ്യൻ, കൊച്ചു പയ്യനാണ്, PSC ടെസ്റ്റ് എഴുതാൻ പോവുകയാണ്. അപ്പോൾ ഇവൻ പൊയ്ക്കൊണ്ടിരിക്കുമ്പം ഇവൻ ഈ PSC ടെസ്റ്റ് എഴുതാൻ പോകുന്ന സ്ഥലത്തെ ഇവനിങ്ങനെ പോവുകയാണ്. അപ്പം പോകുമ്പം അവിടെയുള്ള ഇതൊരു സ്കൂളാണ്. അവനിങ്ങനെ ഗൂഗിളിൽ തപ്പുകയാണ്. അപ്പോൾ ആ സ്ഥലം അടുക്കാറായി. ഇവൻ പോകുന്നത് രവിപുരത്തേക്കാണ്. രവിപുരം എറണാകുളത്തെ ആ സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പം ആ സ്ഥലം എടുക്കാറായപ്പോൾ ഇവൻ ഈ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന സ്കൂള് അവിടെ കാണിക്കുന്നില്ല. അപ്പോൾ ആകപ്പാടെ കൺഫ്യൂഷനായി. ബസ്സിൽ കണ്ടക്ടർ ചോദിക്കുന്നുണ്ട്, ഏതാണ് സ്ഥലത്തേക്കാണ് നീ പോകേണ്ടത്, നിൻ്റെ ഹോൾ ടിക്കറ്റ് ഒന്ന് നോക്കട്ടെ എന്ന്. അപ്പോൾ ഇവന് ഈ കണ്ടക്ടറിന് ഒരു വില കൊടുക്കുന്നില്ല. അവൻ്റെ വിചാരം, ബസ്സിലെ കണ്ടക്ടർ, KSRTC ബസ്സിലെ കണ്ടക്ടർക്ക് അയാൾക്ക് എന്തറിയാം എന്നുള്ള ഒരു ഭാവത്തിൽ അയാൾ 2-3 പ്രാവശ്യം ചോദിക്കുന്നുണ്ട്, മോനെ ഹോൾ ടിക്കറ്റ് കാണിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ ആ ഒരു ലാഘവത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് എൻ്റെ സുഹൃത്ത് അപ്പുറത്തിരിപ്പുണ്ട്. അപ്പോൾ ആ ബസ്സിലുണ്ടായിരുന്ന ഒരു പോലീസ് ഓഫീസർ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നിൻ്റെ ഹോൾ ടിക്കറ്റ് നോക്കട്ടെ എന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ ശരിക്കും ഈ ഹോൾ ടിക്കറ്റിൽ എഴുതിയിരിക്കുന്നത് രവിപുരം എന്നല്ല, ഇരവിപുരം എന്നാണ്. അതായത് കൊല്ലം ഡിസ്ട്രിക്റ്റിലുള്ള ഒരു സ്ഥലമാണ്. ഇവൻ പോയത് എവിടെയാണെന്നറിയാമോ? രവിപുരം എന്ന് വായിച്ചിട്ട് എറണാകുളത്തിനാണ് പോയത്. ഗൂഗിളിൽ രവിപുരം എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എറണാകുളമാണ് കാണിക്കുന്നത്. ആ സൈഡിലേക്ക് പോവുകയും ചെയ്തു. ഞാൻ പറഞ്ഞു വന്നത്, ചെറിയ ഒരു അക്ഷരത്തിൻ്റെ ഒരു വ്യത്യാസമാണ് വന്നത്, ഡിസ്ട്രിക്റ്റുകൾ തമ്മിൽ മാറിപ്പോയി. ഇത് എനിക്ക് അവന് പരീക്ഷ എഴുതാൻ പറ്റത്തില്ല, ആ ചാൻസ് പോയി. പക്ഷേ എങ്കിലും എന്നോട് എൻ്റെ ഫ്രണ്ട് പറഞ്ഞ കേസ് കഴിഞ്ഞാൽ ഈ പിള്ളേരുടെ ആറ്റിറ്റ്യൂഡ്, അതായത് കണ്ടക്ടർ കുറേ നേരം കൊണ്ട് ചോദിക്കുന്നുണ്ട്, മോനെ ആ ഹോൾ ടിക്കറ്റ് നോക്കട്ടെ എന്ന് പറയുമ്പോൾ ഇവൻ ആ ഹോൾ ടിക്കറ്റ് എടുത്ത് കൊടുക്കാനൊരു മടി. കാരണം ഇയാൾക്ക് എന്തറിയാമെന്നുള്ളത്. അവസാനം പോലീസ് വന്ന് ചോദിച്ചപ്പോഴാണ് കൊടുത്തത്. ഞാൻ പറഞ്ഞു, ഈ കുഞ്ഞുങ്ങളിലൊക്കെ ശ്രദ്ധിക്കുന്ന വെച്ചാൽ ഇവരൊക്കെ കുറേ പയറ്റി തെളിഞ്ഞ് നിൽക്കുന്ന പ്രായമുള്ളവരൊക്കെ, അവർക്ക് ചിലപ്പോൾ നിങ്ങളുടെ ഈ ചെറിയ ജനറേഷൻ അത്രയും ബുദ്ധിയോ അല്ലെങ്കിൽ വളരെ ടെക്നോളജി ഒന്നും അറിയത്തില്ലായിരിക്കും. പക്ഷേങ്കിൽ ഇത്തരം പയറ്റുകളൊക്കെ കുറേ പയറ്റിയിട്ടാണ് ഇവർ ഈ ജോലിയിലൊക്കെ എത്തുന്നത്. അല്പസ്വല്പമൊക്കെ ബഹുമാനവും മറ്റു കാര്യങ്ങളൊക്കെ ഇവരോടൊക്കെ ഉണ്ടാകാം. Thank you.